ഹലോ എവ്രി വൺ, ഐ എം ശ്രുതി സുനിൽ. ഞാനിന്ന് മൊഡ്യൂൾ 5 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലത്തെ ഒരു പോർഷൻ, അതായത് കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞ ഒരു പോർഷനാണ് ഞാനിന്ന് സെമിനാർ എടുക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ടോപ്പിക്. അപ്പോൾ ഇതാണ് ഇൻട്രഡക്ഷനിൽ പറയുന്നത് കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റെഫർ ടു ഒബേയിങ് ദ സ്റ്റാൻഡേർഡ്സ്. ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ഒബേ ചെയ്യുക, അതാണ് കംപ്ലയൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ അതിൽ സ്റ്റേറ്റ് ചെയ്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ ആ സ്റ്റാൻഡേർഡിനെ ഫോളോ ചെയ്ത് അതിനെ ഒബേ ചെയ്തിട്ട് നമ്മൾ ഓരോ വർക്ക് ചെയ്യുന്നതിനെയാണ് കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ എവറി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഷെൽ കംപ്ലൈ വിത്ത് ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. എല്ലാ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റും എല്ലാം നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രിസ്ക്രൈബ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ മാൻഡേറ്ററി ആൻഡ് ആപ്ലിക്കബിൾ ടു ഓൾ കമ്പനീസ് വൈൽ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ് ഓഫ് ഇന്ത്യ, ICAI എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റും അതേപോലെ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇവരെല്ലാവരും പറയുന്നത് ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യേണ്ടത് മാൻഡേറ്ററി ആണ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്. ഓർ എൽസ് ഇറ്റ് വിൽ ബി മെസ്ഡ് അപ്പ്. നമ്മളുടെ അക്കൗണ്ടിങ് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ നോട്ട് ബി പ്രോപ്പർ. അതുകൊണ്ട് നമ്മളിത് ഫോളോ ചെയ്തേ പറ്റൂ എന്നാണ്, ഇറ്റ്സ് മാൻഡേറ്ററി. അതാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഈസ് നോട്ട് കംപ്ലൈഡ് എന്ന് പറഞ്ഞാൽ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ അനുസരിക്കാതെയുണ്ട് ആണ് നമ്മളൊരു വർക്ക് ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒബ്വിയസ്ലി മിസ്റ്റേക്സ് വരും. നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ വർക്കിൽ ഒബ്വിയസ്ലി കുറേ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ മിസ്റ്റേക്സ് വരുമ്പോൾ ആ കമ്പനി എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. So where the statement of profit and loss and balance sheet of a company do not comply with the accounting standards, such a company will disclose in its statement of profit and loss and the balance sheet A. the deviation from the accounting standards, B. the reason for such deviations, C. the financial effect, if any, arising due to such deviation. നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 സ്റ്റെപ്സ് ഉണ്ട്. ആ 3 സ്റ്റെപ്സാണ് ഈ A, B and C. ഓക്കെ, സോ നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആദ്യം ഈ ഒരു ഡീവിയേഷൻ, എന്താണ് നമ്മുടെ മിസ്റ്റേക്ക് എന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും ബാലൻസ് ഷീറ്റിലും മെൻഷൻ ചെയ്യണം. വി ഷുഡ് ഡിസ്ക്ലോസ് ഇറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ദ ബാലൻസ് ഷീറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിലും ബാലൻസ് ഷീറ്റിലും നമ്മുടെ ഡീവിയേഷൻ അഥവാ നമ്മുടെ മിസ്റ്റേക്ക് എന്താ എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണം. നമ്മൾ ഏത് പാർട്ട് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് നമ്മൾ ഫോളോ ചെയ്യാത്തത് എന്ന് സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ദ റീസൺ ഫോർ സച്ച് ഡീവിയേഷൻ, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഡീവിയേഷൻ ഉണ്ടായേ എന്നുള്ളതും നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം. സോ ദാറ്റ് വി വോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് അഗൈൻ, സോ ദാറ്റ് വിൽ നോ വൈ സച്ച് മിസ്റ്റേക്ക് വാസ് മെയ്ഡ്. തേർഡ് പറയുന്നത് ദ ഫൈനാൻഷ്യൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനൊരു മിസ്റ്റേക്ക് വരുത്തിയപ്പോൾ എന്ത് എഫക്റ്റാണ്, എങ്ങനെയാണ് ഫൈനാൻഷ്യലി എഫക്റ്റ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ദ ഫൈനാൻഷ്യൽ എഫക്റ്റ് ഇഫ് എനി, അത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്തെങ്കിലും അങ്ങനെ ഫൈനാൻഷ്യൽ എഫക്റ്റ്, ചിലപ്പോൾ നമ്മൾക്ക് കിട്ടിയ റവന്യൂ കുറഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് കുറഞ്ഞു, പ്രോഫിറ്റ് കൂടി, ലോസ് കുറഞ്ഞു, ലോസ് കൂടി, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ഫൈനാൻഷ്യൽ എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നും കൂടി മെൻഷൻ ചെയ്യണം. സോ ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള 3 കാര്യങ്ങൾ: ഡീവിയേഷൻ ഫ്രം ദ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദ റീസൺസ് ഫോർ സച്ച് ഡീവിയേഷൻ ഷുഡ് ഓൾസോ ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുമാത്രമല്ല, നമ്മളുടെ ഫൈനാൻഷ്യൽ എഫക്റ്റ്, ഇങ്ങനൊരു ഡീവിയേഷൻ കാരണം ഉണ്ടായ വല്ല ഫൈനാൻഷ്യൽ എഫക്ട്സും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ we have to record that also we have to disclose that also in the statement of profit and loss and balance sheet.